ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് ലൈക്ക് MBA അല്ലെങ്കിൽ MCOM കഴിഞ്ഞ ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ രണ്ടൊരു ജോബ് സൈറ്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ജോബ് സ്കോപ്പുള്ള രണ്ട് ഫീൽഡാണ് പറയാൻ പോകുന്നത്. ഒന്ന് ഫണ്ട് അക്കൗണ്ടിങ്. ഫണ്ട് അക്കൗണ്ടിങ് ഒരു US പ്രോസസ്സാണ്. ഫണ്ട് അക്കൗണ്ടിങ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ അതിനെക്കുറിച്ച് നോക്കുക, അതൊരു ഫീൽഡാണ്. രണ്ടാമത്തത് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്. ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൽ വരുന്നതും US പ്രോസസ്സാണ്, ഇന്ത്യൻ പ്രോസസ്സുമാണ്. അതിൽ മെയിൻലി US എടുക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ഫീൽഡാണ് APAR, അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പല ജോബ്സിലും. അപ്പോൾ അതാണ് APAR ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ കീഴിൽ വരുന്നത്. പിന്നെ ഫണ്ട് അക്കൗണ്ടിങ് വന്നിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. അത് മെയിൻലി US പ്രോസസ്സാണ്. അതിലും വളരെ നല്ല സ്കോപ്പുണ്ട് ടയർ 1 സിറ്റീസിലൊക്കെ, ലൈക്ക് മുംബൈ, ബാംഗ്ലൂർ, അവിടെയൊക്കെ നല്ല സ്കോപ്പുള്ള സംഭവമാണ് ഹെഡ്ജ് ഫണ്ട് അക്കൗണ്ടിങ്. പിന്നെ നമുക്ക് ടോപ്പ് 4 കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്കോപ്പുള്ള സംഭവമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട് അക്കൗണ്ടിങ്. ഫണ്ട് അക്കൗണ്ടിങ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് ഒക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കീവേഡ്സും വെച്ച് സെർച്ച് ചെയ്ത് നോക്കി ഈ ജോബിന് സ്കോപ്പൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻസ് സെക്ടറൊക്കെ നന്നായിട്ട് ലേ ഓഫും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. സ്ട്രഗിളിങ് അല്ലാണ്ട് ഒരു കരിയറും നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ് ആയ APAR ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമ്മുടെ സദേൺ സൈഡിലായാലും ടയർ 2 സിറ്റീസിലായാലും ജോബ് കിട്ടാൻ ഈസി ആയിരിക്കും. പക്ഷേ ഹെഡ്ജ് ഫണ്ട് അക്കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 1 സിറ്റീസായ ബാംഗ്ലൂർ, മുംബൈ അങ്ങനത്തെ നല്ല നല്ല സ്ഥലത്തൊക്കെ നല്ല നല്ല കമ്പനികളിൽ ബിഗ് 4 കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റാർട്ട് ഓഫ് ദ പ്രൊഫഷൻ നിങ്ങൾക്കത് കിട്ടുന്നല്ല. ഒരു മിഡ് ലെവലൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റും. പിന്നെ ഒരു കോർപ്പറേറ്റിൽ നിന്ന് വേറൊരു കോർപ്പറേറ്റിലേക്ക് മാറുമ്പോൾ അത് നിങ്ങൾ പെർമനൻ്റ് ആയാലും കോൺട്രാക്റ്റ് ആയാലും 6 months കോൺട്രാക്റ്റ് ആയാലും ഒരു ഫുൾ ടൈം ജോബ് ആയാലും നിങ്ങൾ ഒരു കോർപ്പറേറ്റിൽ നിന്ന് ഒരു കോർപ്പറേറ്റിലേക്ക് മാറുമ്പോൾ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിങ്ങൾക്ക് CTCയുടെ അതായത് സാലറിയുടെ 30% ഹൈക്ക് വേണമെന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആ ഒരു ഹൈക്ക് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വെച്ച് നിങ്ങൾ ജോബ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ജോബ് കിട്ടി, ആ ഒരു ജോബ് മാറുമ്പോൾ അടുത്തൊരു ഫേം ഓഫർ ചെയ്യേണ്ടത് മിനിമം 30% ഹൈക്കാന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കോമേഴ്സ് ഗ്രാജുവേറ്റ്സ് കൂടുതൽ തിയറിയും കാര്യങ്ങളും ജേർണൽ എൻട്രിന്ന് അറിയാത്തവരാണെങ്കിൽ കൂടെ ഈ US പ്രോസസ്സിലൊക്കെ നമുക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ലൈക്ക് APAR ഒക്കെ കൺസേൺ ട്രെയിനിങ്സ് മതി, അല്ലാണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സൊന്നുമില്ല. ഹെഡ്ജ് ഫണ്ട് ആണെങ്കിൽ അതിൻ്റേതായ സ്റ്റൈലുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ജേർണൽ എൻട്രീസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂവിന് പക്ഷേ എല്ലാം മാൻഡേറ്ററി ആണ്. പക്ഷേ ബൈ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടേതായ രീതിക്കുള്ള കസ്റ്റം മെയ്ഡ്, ഓരോ കമ്പനിക്ക് ഓരോ കസ്റ്റം മെയ്ഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളത് ആ ടൈമിൽ നമ്മൾ ട്രെയിനിങ് പഠിക്കുകയാണ് ചെയ്യണത്. സോ ഇപ്പോഴേ അങ്ങനെ കൊമേഴ്സിൽ ജേർണൽ എൻട്രീസ് അറിയില്ല, ലെഡ്ജർ അറിയില്ല പറഞ്ഞിട്ടൊന്നും ബോധറാവേണ്ട ആവശ്യമില്ല. നല്ലൊരു പ്രൊഫഷൻസ് തന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലോണം ഇംഗ്ലീഷ് ഗ്രൂമിങ്ങും മാക്സിമം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ നോക്കുമ്പോൾ കൊമേഴ്സ് ഫീൽഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്കിൽസ് മെയിൻലി ബേസിക് ജേർണൽ എൻട്രീസും ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഒന്നും മറക്കാണ്ടിരിക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ് ഒക്കെ എപ്പോഴും ഓർത്തിരിക്കുക. ജേർണൽ എൻട്രീസ് ഒന്നും അധികം അറിഞ്ഞില്ലെങ്കിൽ തന്നെ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരിയൊക്കെ നന്നായി അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് BCom MBA. പിന്നെ പറയാനുള്ളത് BCom കഴിഞ്ഞ് കഴിഞ്ഞാൽ MCom അല്ലെങ്കിൽ MBA എടുക്കാൻ നോക്കുക. കാരണം സാലറി ഹൈക്കിന് നിങ്ങൾക്കത് മാൻഡേറ്ററി ആണ്. പിന്നെ മാക്സിമം നിങ്ങൾ റെഗുലർ കോളേജിൽ തന്നെ പഠിക്കാൻ നോക്കുക. ഡിസ്റ്റൻസ് അങ്ങനെ ആരും പ്രിഫർ ചെയ്യണില്ല. ഡിസ്റ്റൻസ് വരെ പൊട്ടാന്ന് പറയല്ല, പക്ഷെ നമുക്കിപ്പോൾ എൻ്റെ ഇതിലായാലും തന്നെ ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ട് റെഗുലറായിട്ട് പഠിക്കുന്ന PGക്ക്. അപ്പോൾ നിങ്ങൾ MBA അല്ലെങ്കിൽ എന്താ പറയുക MCom ഒക്കെ ചെയ്യുമ്പോൾ നല്ല കോളേജിൽ ശ്രമിക്കുക. നല്ല റെഗുലർ കോളേജസിൽ തന്നെ എടുക്കാൻ നോക്കുക. എന്ന് വെച്ചിട്ട് വലുതെന്നല്ല ഉദ്ദേശിച്ചത്, നല്ലൊരു റെഗുലർ കോളേജിൽ പഠിക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ ഒരു ഹൈക്കും സാലറിയൊക്കെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ല. എന്താ പറയുക, നല്ലൊരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ വരുന്ന നല്ലൊരു കമ്പനിയാണെങ്കിൽ അതിന് എഫേർട്ട് ഇടുക. അതല്ല ഈ ബോണ്ടൊക്കെ വെച്ചിട്ടുള്ള ലോ പേയിങ് ആണെങ്കിൽ അതിന് നേരം കളഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നല്ല കമ്പനിയാണെങ്കിൽ അതിൽ കയറുക, എൻട്രി നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എൻട്രി നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല റെപ്യൂട്ടഡ് ഫേംസ് ഉണ്ട്, ലൈക്ക് എൻട്രി ലെവൽ ഫേംസ് ഉണ്ട്. അതൊക്കെ ഏതാണെന്ന് ഇപ്പോൾ ജെമിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ നല്ല കമ്പനിയിൽ നോക്കി കയറാം. ഉദാഹരണത്തിന് കൊച്ചിയിലാണെങ്കിൽ കോണ്ടിവെൻ്റ്, EXL എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് നമ്മൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനൊക്കെ നല്ലൊരു ബേസ് തരുന്നതാണ്. അതുപോലെ കോയമ്പത്തൂരാണെങ്കിൽ സ്റ്റേറ്റ് സ്ട്രീറ്റ് എന്നൊരു കമ്പനി ഉണ്ട്. അങ്ങനെ ബാംഗ്ലൂരാണെങ്കിലും സ്റ്റേറ്റ് സ്ട്രീറ്റ് ഉണ്ട്. അതേപോലെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഗൂഗിൾ തന്നെ പറഞ്ഞു തരുന്നതാണ് എൻട്രി ലെവൽ ഏത് നല്ല കമ്പനി എന്നുള്ളതൊക്കെ നോക്കാൻ. ഇപ്പോൾ ജെമിനിക്ക് ഇത്രേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കയറാം. നല്ലൊരു എൻട്രി ലെവലിൽ തന്നെ കയറാം. എന്നിട്ടൊരു മിഡിൽ ഓഫീസൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ലിങ്ക്ഡിനിലും നൗക്കറിയിലൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യണതും അതൊക്കെ കണ്ട് നമ്മൾ തന്നെ HR റിക്രൂട്ട് ചെയ്യണതും
അത് കഴിഞ്ഞിട്ട് നമുക്ക് 30% ഹൈക്ക് തന്ന് നമ്മളതിനെ നമ്മുടെ സ്കിൽസ് അതിനേക്കാൾ കൂടുതൽ നമുക്ക് 30% മുകളിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിഡിൽ ലെവലിലേക്ക് നമ്മൾ പോകണതും അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുമാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകേണ്ട എയും പ്രശ്നങ്ങളും ലേ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ഫീൽഡുമാണ്, എന്നാൽ നല്ല സ്കോപ്പ് ഉള്ളതും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.